നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്റ്റിലെ ഓരോരോ പോർഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിലബസിലുള്ള സബ്ജക്റ്റാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ രണ്ട് പാർട്ടാണുള്ളത്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ റെഫ്രിജറേഷനും ആ റെഫ്രിജറേഷൻ മെത്തേഡ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എയർ കണ്ടീഷനിങ്ങിനെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചും മെത്തേഡ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നത് RS കുർമിയുടെ ടെക്സ്റ്റ് ബുക്കും എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കും നോക്കുന്നുണ്ട്. പിന്നെ CP കോദണ്ഡരാമൻ്റെ റെഫ്രിജറേഷൻ ഡാറ്റാ ബുക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ യൂസ് ചെയ്യാവുന്ന റെഫറൻസ് ബുക്കുകളാണ് CP അറോറ, രജ്പുത്, അനന്തനാരായണൻ. ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അത് ഗുണമായിരിക്കും. അതിൽ ആഷ്റേ ഹാൻഡ് ബുക്ക് വളരെ നല്ലതാണ്. അതുപോലെ അനന്തനാരായണൻ്റെ ബുക്ക് എന്ന് പറയുന്നത് വളരെ ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുക. ഓക്കെ, ഇതെല്ലാം റെഫ്രിജറേഷൻ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഈ കാണുന്നൊക്കെ ഡേറ്റാ ബുക്കുകളാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡേറ്റാ ബുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ ഡേറ്റാ ബുക്കിലെയും വാല്യൂസിലെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. എങ്കിൽ കൂടിയും നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഡേറ്റാ ബുക്ക് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്താൽ മതിയാവും. നമുക്ക് ആദ്യം മോഡ്യൂൾ 1 പോകാം. മോഡ്യൂൾ 1 സിലബസ്. ആദ്യം നമുക്ക് എന്താണ് റെഫ്രിജറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, ദെൻ തെർമോഡൈനാമിക്സ് ഓഫ് റെഫ്രിജറേഷൻ, നമ്മൾ അതിൽ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, ഹീറ്റ് പമ്പ്, ദെൻ കാർനോട്ട് സൈക്കിളിൻ്റെ ലിമിറ്റേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. അതോടൊപ്പം തന്നെ അടുത്തത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണ്. എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. അതിൽ ബൂട്ട് സ്ട്രാപ്പ്, സിമ്പിൾ ടൈപ്പ്, റീജനറേറ്റീവ്, റെഡ്യൂസ്ഡ് ആംബിയൻ്റ് ഒന്നുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു സൈക്കിളും കൂടെ പഠിക്കും, റിവേഴ്സ്ഡ് ബ്രേട്ടൺ സൈക്കിൾ. കാരണം അത് KTUവിൻ്റെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവേഴ്സ്ഡ് ബ്രേട്ടൺ സൈക്കിളും നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യും മോഡ്യൂൾ 1. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റെഫ്രിജറേഷനിലേക്ക് പോകാം. എന്താണ് റെഫ്രിജറേഷൻ? നമുക്ക് റെഫ്രിജറേഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിനകത്ത് വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മളൊരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ആംബിയൻ ടെമ്പറേച്ചറിനേക്കാളും വളരെ ലോ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിലാണ് ഫ്രിഡ്ജിൻ്റെ അകംവാശി ഇരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജ് ഓഫാക്കി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിനകത്തെ ടെമ്പറേച്ചർ കൂടും, ഈ പറയുന്ന കോൾഡ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം, ഒരു സിസ്റ്റം ഉണ്ട്, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സിസ്റ്റം ചെയ്യുന്ന കാര്യം ഈ ഫ്രിഡ്ജിനകത്തെ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു കോൾഡ് സ്പേസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അത് നിർത്തണമെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫ്രിഡ്ജിനകത്തേക്ക് കയറി വരുന്ന ഹീറ്റ് എത്രയാണോ അതിനെ റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് റെഫ്രിജറേഷൻ സിസ്റ്റംസ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നമ്മൾ ഓരോന്നായി ഇനിയുള്ള വീഡിയോസിൽ കാണും. അപ്പോൾ എനിവേ, റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ ലോവർ ടെമ്പറേച്ചർ റീജിയൻ ടു എ ഹയർ ടെമ്പറേച്ചർ റീജിയൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകംവശം നമുക്ക് വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് ഫ്രിഡ്ജിനകം വശത്തേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഇൻസുലേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ഹീറ്റാണോ ഫ്രിഡ്ജിനകത്തെ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് വരുന്നത്, ആ ഒരു വോളിയത്തിലേക്ക് വരുന്നത്, അതിനെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതാണ് റെഫ്രിജറേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പേസ്, ആ സ്പേസിനെ കുറച്ചുകൂടെ മെൻഷനായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന പേരാണ് റെഫ്രിജറേറ്റഡ് സ്പേസ്. ഓക്കെ, അപ്പോൾ അതായത് തണുത്ത ആ ഒരു അന്തരീക്ഷം, അതിനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് റെഫ്രിജറേഷൻ സിസ്റ്റം. സിസ്റ്റം യൂസ്ഡ് ഫോർ അക്കംപ്ലിഷിംഗ് ദ പ്രോസസ് ഓഫ് റെഫ്രിജറേഷൻ ഈസ് കോൾഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇനി നമുക്ക് ആ സ്പേസ്, the region which is maintained at a temperature lower than its surrounding is called refrigerated space.
അപ്പോൾ നമ്മുടെ ആ സ്പേസ്, ലോ ടെമ്പറേച്ചറിലുള്ള ആ സ്പേസിനെ, അല്ലെങ്കിൽ നമുക്ക് ഏത് വോളിയം അല്ലെങ്കിൽ ഏത് സ്പേസ് ആണോ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് റെഫ്രിജറേറ്റഡ് സ്പേസ്. ഓക്കെ, ഇനി ഈ സെൻറ്റൻസ് നമുക്ക് വായിക്കാം. റെഫ്രിജറേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അച്ചീവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ടെമ്പറേച്ചർ ബിലോ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു വോളിയം, ഒരു സ്പേസ് നമുക്കൊരു പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ആവശ്യം എത്ര ടെമ്പറേച്ചറാണോ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ദ എയിം ബീങ് ടു കൂൾ സം പ്രോഡക്റ്റ് ഓർ സ്പേസ് ടു ദ റിക്വയർഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ എക്സാമ്പിൾ ഫ്രിഡ്ജ് തന്നെ എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള പ്രോഡക്ട്സുകൾ നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ അത് ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അത് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്പേസ് നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നു. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് അറിയാമെങ്കിലും റെഫ്രിജറേഷൻ ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് പല മേഖലകളിലും റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഫ്രിഡ്ജ്. അതോടൊപ്പം തന്നെ ഫുഡ് പ്രിസർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും, ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യും, നമുക്ക് ഐസ് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ നമുക്ക് റെഫ്രിജറേഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബിവറേജസ് സ്റ്റോർ ചെയ്യണം, കോൾഡ് സ്റ്റോറേജിൽ നമുക്ക് റെഫ്രിജറേഷൻ ആവശ്യമുണ്ട്. ഇനി അതുപോലെ ഡ്രഗ്സ്, വാക്സിൻസ്, അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി റെഫ്രിജറേഷൻ അടുത്ത ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് എയർ കണ്ടീഷനിങ്. അതായത് റെഫ്രിജറേഷൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ആ എയർ കണ്ടീഷനിങ് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കംഫർട്ട് പർപ്പസിന് വേണ്ടിയും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. കംഫർട്ട് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി നമ്മൾ കാറിൽ ഉപയോഗിക്കുന്നു, നമ്മുടെ റൂമിൽ ഉപയോഗിക്കുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു. അതൊക്കെ കംഫർട്ട് പർപ്പസാണ്. ഇപ്പോൾ നമ്മൾ തിയേറ്ററുണ്ട്, അവിടെയൊക്കെ AC യൂസ് ചെയ്യുന്നു. ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഒരു കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു സെർവർ, അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് കളയാൻ വേണ്ടിയൊക്കെ, റിമൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ റെഫ്രിജറേഷന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് കുറച്ച് ആപ്ലിക്കേഷൻസാണ് ഈ കൊടുത്തിരിക്കുക. ഐസ് പ്ലാന്റ്സിൽ നമുക്ക് യൂസ് ചെയ്യാം, ഐസ് ബ്ലോക്കുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം, ഐസ് ബ്ലോക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എയർ കണ്ടീഷണറിൽ നമ്മൾ യൂസ് ചെയ്യും, റെഫ്രിജറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യും, വാട്ടർ കൂളറിൽ നമ്മൾ യൂസ് ചെയ്യും, കോൾഡ് സ്റ്റോറേജസ് ഉണ്ട്, മറൈൻ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡുകളിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്. ഈ കാണുന്നതെല്ലാം സെർവേഴ്സ് ഇരിക്കുന്ന റൂമുകളിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റം ആവശ്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തെർമോഡൈനാമിക്സ് ഓഫ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷനെ കുറിച്ച് തെർമോഡൈനാമിക് ടേംസുകൾ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യം നമുക്ക് 3 ടേമുകളുണ്ട്: റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഹീറ്റ് എഞ്ചിൻ. ഈ 3 തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കും. നമുക്കിവിടെ ഹീറ്റ് എഞ്ചിൻ ആവശ്യമില്ല, റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എങ്കിൽ കൂടിയും നമ്മൾ ഹീറ്റ് എഞ്ചിനെയും ആ കൂടെ ചേർക്കുന്നു. നമുക്ക് ഓരോന്നോരോന്നായി എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ 3 സിസ്റ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയും. അത് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ആദ്യം ഒരു ഹീറ്റ് എഞ്ചിന്, ഒരു റെഫ്രിജറേറ്റർ, ഒരു ഹീറ്റ് പമ്പ്, ഈ 3 ഡിവൈസും ഉണ്ട്. ഈ 3 ഡിവൈസ് നമ്മൾ ഓരോ ഡിവൈസായിട്ടായിരിക്കും പരിചയപ്പെടുക. അപ്പോൾ ഈ 3 ഡിവൈസുകളും വർക്ക് ചെയ്യുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൻ്റെയും ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിൻ്റെയും ഇടയ്ക്കായിരിക്കും. അതായത് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറിനും ലോ ടെമ്പറേച്ചർ റിസർവോയറിനും ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ റെഫ്രിജറേറ്ററും സെയിം ഹീറ്റ് പമ്പും വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഈ 3 ഡിവൈസും ഹൈ ടെമ്പറേച്ചർ റിസർവോയറും ആ ഡിവൈസും തമ്മിലുണ്ടാകുന്ന ഹീറ്റ് ഇൻട്രാക്ഷൻ, മേ ബി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാകാം, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതാകാം, എന്ത് തന്നെയായാലും നമ്മൾ അതിനെ QH എന്ന് വിളിക്കുന്നു. ഹൈ ടെമ്പറേച്ചർ റിസർവോയറും ഈ 3 ഡിവൈസുകളും തമ്മിലുള്ള ഹീറ്റ് ഇൻട്രാക്ഷനെ QH എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതുപോലെ ഈ 3 ഡിവൈസുകളും ലോ ടെമ്പറേച്ചർ റിസർവോയറുമായിട്ടുള്ള ആ ഹീറ്റ് ഇൻട്രാക്ഷനെ നമ്മൾ QL എന്ന് വിളിക്കുന്നു. മേ ബി
ഈ 3 ഡിവൈസിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതാകാം. ഇതുപോലെ തന്നെ ഈ 3 ഡിവൈസ് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് QH എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാകാം, അല്ലെങ്കിൽ QH എന്ന് പറയുന്ന ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാകാം. അതെന്ത് തന്നെയായാലും നമ്മളത് 3 ഡിവൈസസ് പറയാൻ നേരത്ത് നമ്മളത് പരിചയപ്പെടും. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് വർക്ക് ഡൺ. അതായത് നമുക്ക് ഈ ഒരു സിസ്റ്റം ഹീറ്റ് പമ്പോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിനോ ഔത്തിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടാം, വർക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടാം. അതല്ല എങ്കിൽ നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ ഡിവൈസ് പറയാൻ നേരത്ത് പറയും. അപ്പോൾ എനിവേ, ഇപ്പോൾ ഒരു ഡിവൈസിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സൈക്ലിക് ഡിവൈസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഹീറ്റ് എഞ്ചിൻ ആയാലും റെഫ്രിജറേറ്റർ ആയാലും ഹീറ്റ് പമ്പ് ആയാലും ഇതെല്ലാം സൈക്ലിക് ഡിവൈസാണ്. മീൻസ് ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സൈക്കിളിൻ്റെ ബേസിലാണ്. ഹീറ്റ് എഞ്ചിൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. IC എഞ്ചിൻ, അതിനകത്ത് ഓട്ടോ സൈക്കിളുണ്ട്, ഡീസൽ സൈക്കിളുണ്ട്, ഡ്യുവൽ സൈക്കിളുണ്ട്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ബേസിലാണ് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഈ 3 ഡിവൈസും സൈക്ലിക് ഡിവൈസാണ്. ഈ സൈക്ലിക് ഡിവൈസുകൾ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൻ്റെയും ലോ ടെമ്പറേച്ചർ റിസർവോയറിലും ഇടയ്ക്കാണ് വർക്ക് ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുക. അതിൽ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയുന്നത് TH എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചർ റിസർവോയർ TL എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും ഇരിക്കുന്നു. ഓക്കെ, ഇനി QH എന്ന് പറയുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹൈ ടെമ്പറേച്ചർ റിസർവോയറുമായിട്ടുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ QH എന്നും ലോ ടെമ്പറേച്ചർ റിസർവോയറുമായിട്ടുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ QL എന്നും നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇതാണത് ഒരു ജനറൽ സ്കീമാറ്റിക് ഡയഗ്രാം. ഇനി നമ്മൾ ആദ്യം റെഫ്രിജറേറ്റർ എന്താണെന്ന് പറയാൻ പോവുകയാണ്. അതിൽ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും ഈ 2 ഡിവൈസ് വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിസിലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ലോയിലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലാണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന കാര്യം ഇതാണ്: നമുക്കൊരിക്കലും ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല വിത്തൗട്ട് വർക്ക്. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്കറിയാം, എപ്പോഴും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലേക്കായിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് നാച്ചുറലി ഫ്ലോ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്ക് കൊടുക്കണം. അപ്പോൾ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെഫ്രിജറേറ്റർ സ്പേസ് അതൊരു ലോ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആംബിയൻറ്റ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ സ്പേസിൽ ഉള്ള ഹീറ്റിനെ തള്ളി ആംബിയൻറ്റിലേക്കാണ് കളയുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ലോ ടെമ്പറേച്ചർ സ്പേസിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ റീജിയണിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു എക്സ്റ്റേണലായിട്ട് വർക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്കീമാറ്റിക് നോക്കാം. ഈ സ്കീമാറ്റിക്കിൽ ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. അത് എന്തേലും ആയിക്കോട്ടെ, നമ്മളത് ജസ്റ്റ് ഒരു R എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുന്നു, ഒരു റെഫ്രിജറേറ്റർ. അപ്പോൾ ഈ റെഫ്രിജറേറ്റർ ചെയ്യുന്ന കാര്യം കോൾഡ് റെഫ്രിജറേറ്റഡ് സ്പേസ്, അതായത് നമുക്ക് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ടത് ആ കൂൾ ചെയ്ത് അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് TL എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. അവിടുന്ന് ഹീറ്റ് എടുക്കുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. QL എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ആര്? റെഫ്രിജറേറ്റർ. എന്നിട്ട് ഹീറ്റ് വെളിയത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. QH എന്ന് പറയുന്ന ഹീറ്റ് വെളിയത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ TH ആണ്. TH എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ TL ആണ്. അപ്പോൾ ഈ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ നമ്മൾ ഇൻപുട്ടായിട്ടൊരു വർക്ക് കൊടുക്കണം. ഇനി നമുക്കത് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്തെ സ്പേസ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഈ റെഫ്രിജറേറ്റഡ് സ്പേസ്. അവിടുത്തെ ടെമ്പറേച്ചറാണ് TL. ഇനി ആ ഫ്രിഡ്ജിനകം വശത്തെ ഹീറ്റ്, കാരണം അത് ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടുന്ന് നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. അത് നമ്മുടെ ഫ്രിഡ്ജിനകത്തെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ആ ഹീറ്റ് എങ്ങോട്ട് കളയുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ
വാം എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് ആകുമ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമ്മുടെ ആംബിയൻ്റ് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഹീറ്റ് 27 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ഹീറ്റ് കളയുന്നു റെഫ്രിജറേറ്റർ ഉപയോഗിച്ച്. അപ്പം നമ്മളവിടെ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്ക് ഇൻപുട്ട് കൊടുക്കണം. നമ്മളത് ഇലക്ട്രിസിറ്റി ആയിട്ട് വർക്ക് കൊടുക്കുന്നു. ആ ഇലക്ട്രിസിറ്റി പിന്നെ അത് കൺവേർട്ട് ചെയ്ത് ആ ഇലക്ട്രിസിറ്റി ഒരു ഡിവൈസിലേക്ക് പോയി ആ ഡിവൈസ് വർക്ക് ചെയ്ത് ആണ് വർക്ക് ഇൻപുട്ട് ഉണ്ടാവുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഇനിവേ റെഫ്രിജറേറ്ററിൽ ലോ ടെമ്പറേച്ചർ സ്പേസ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് QL എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം QH എന്ന് പറയുന്ന ഹീറ്റ് വാം എൻവയോൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. QL റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് QH കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അത് വർക്ക് ഇൻപുട്ടായിട്ട് ഒരു WNet ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സെൻറ്റൻസ് വായിക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ മീഡിയം ടു എ ഹൈ ടെമ്പറേച്ചർ വൺ റിക്വയർസ് സ്പെഷ്യൽ ഡിവൈസ് കോൾഡ് റെഫ്രിജറേറ്റർ. നമ്മൾ പറഞ്ഞതാണ്. ഇനി ദ ഒബ്ജക്റ്റീവ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ ദ റെഫ്രിജറേറ്റഡ് സ്പേസ് അറ്റ് എ ലോ ടെമ്പറേച്ചർ ബൈ റിമൂവിങ് ഹീറ്റ് ഫ്രം ഇറ്റ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഇനി റെഫ്രിജറേറ്റേഴ്സ് ലൈക്ക് ഹീറ്റ് എൻജിൻസ് ആർ സൈക്ലിക് ഡിവൈസ്. ഹീറ്റ് എൻജിൻ പോലെ തന്നെ ഒരു സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റെഫ്രിജറേറ്റർ. ഹീറ്റ് എൻജിൻ പറയാൻ നേരത്ത് ആ ഹീറ്റ് എൻജിൻ റെഫ്രിജറേറ്ററിൻ്റെ ഈ ഒരു ഡയഗ്രാം തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദ വർക്കിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ ദ റെഫ്രിജറേഷൻ സിസ്റ്റം ഓർ റെഫ്രിജറേഷൻ സൈക്കിൾ ഈസ് കോൾഡ് എ റെഫ്രിജറൻറ്റ്. നമുക്കറിയാം, നമ്മൾ ഹീറ്റ് എൻജിൻ IC എൻജിനിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സ്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മുടെ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് റെഫ്രിജറൻ്റ് ആണ്. ഓക്കെ, ഇത് റെഫ്രിജറൻ്റ് എന്താണ്, ആ ഫ്ലൂയിഡ് എങ്ങനെ ഇരിക്കും, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന മോഡ്യൂളുകളിൽ പഠിക്കും. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്റർ. ഈ ഡയഗ്രാം ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു QL ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ റെഫ്രിജറേറ്റഡ് സ്പേസ് അറ്റ് ടെമ്പറേച്ചർ TL. QH ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ വാം സ്പേസ് അറ്റ് ടെമ്പറേച്ചർ TH. ആൻഡ് WNet ഇൻ എന്ന് പറയാൻ കാരണം വർക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. നമുക്ക് വർക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് ഇൻപുട്ട് കൊടുക്കണം. സോ WNet in ഈസ് ദ നെറ്റ് വർക്ക് ഇൻപുട്ട് ടു ദ റെഫ്രിജറേറ്റർ. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായി. ഇനി നമ്മൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്കറിയാം, IC എൻജിൻ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് പറയാൻ നമ്മളെപ്പോഴും എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് COP, കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഇപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ ഡിസൈഡ് ഔട്ട്പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഔട്ട്പുട്ട്, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ സ്പേസ് കൂളാവണം. ആ സ്പേസ് കൂളാവണമെങ്കിൽ അവിടുന്ന് എന്തെടുക്കണം? QL എന്ന് പറയുന്ന ഹീറ്റ് എടുക്കണം. അപ്പം നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ QL ആണ്. ഇനി ആ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? ഡിവൈഡ് ബൈ WNet. അപ്പം നമ്മൾക്ക് ആ പർട്ടിക്കുലർ സ്പേസ് കൂൾ ചെയ്യാൻ QL എന്ന് പറയുന്ന ഹീറ്റ് റിമൂവ് ചെയ്യണം. ആ QL റിമൂവ് ചെയ്യാൻ നമ്മൾ എത്രമാത്രം വർക്ക് കൊടുക്കണം എന്നുള്ളതാണ് WNet. അപ്പോൾ ആ QL ഡിവൈഡ് ബൈ WNet ആണ് നമ്മുടെ COP, കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ COPയുടെ വാല്യൂ കൂടുകയെന്ന് കരുതിക്കോ, മീൻസ് QL കൂടുന്നു എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിമൂവ് ചെയ്യുന്ന റേറ്റ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ WNet ഇൻപുട്ട് കുറയുക എന്നാണ് അതിൻ്റെ മീനിങ്. QL കൂടണം, WNet കുറയണം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ COP കൂടുതലാണ് പറഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ട ഇൻപുട്ട് അത് കുറവാണ്, പക്ഷേ സിസ്റ്റം കൂടുതൽ ഹീറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ COP എന്ന് പറഞ്ഞാൽ QL ഡിവൈഡ് ബൈ WNet. ഇനി WNet എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഒന്നും കൂടി ആ ഡയഗ്രം കാണിക്കുന്നു. ഇവിടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് വെളിയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റം റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് QH ആണ്. റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത് QL ആണ്, W നെറ്റും ആണ്. അപ്പോൾ QH എന്ന് പറഞ്ഞാൽ W നെറ്റ് ഇൻ പ്ലസ് QL ആണ്. വർക്ക് ഇൻപുട്ടിൻ്റെയും QLൻ്റെയും സമ്മാണ് QH എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് QH ഈസ് ഈക്വൽ ടു QL പ്ലസ് W നെറ്റ് ഇൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഔത്തിൽ നിന്ന് W നെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ QH മൈനസ് QL. അതുകൊണ്ടാണ് COP നമ്മൾ എഴുതാൻ നേരത്ത് QL ബൈ QH മൈനസ് QL എന്ന് എഴുതിയത്. ഇനി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. എന്താണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്? ഏറ്റവും സിമ്പിളായിട്ടൊന്ന് പറയാം. നമ്മളിപ്പം ഒരു ഐസ് കട്ട എടുത്തു. ആ ഐസ് കട്ട എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുക എന്ന് കരുതിക്കോ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഐസ് കട്ട നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കും? നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും, ഒരു കൂൾനെസ് ഫീൽ ചെയ്യും. ശരിക്കും അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തെ ആ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു നമ്മുടെ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ്ഡ് പെർ യൂണിറ്റ് ടൈം ഫ്രം ദ സ്പേസ് ടു ബി കൂൾഡ് ബൈ ദ റെഫ്രിജറേഷൻ പ്രോസസ്. അപ്പം നമുക്ക് ആ റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ആ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. ആ ഹീറ്റ് റിമൂവ് ചെയ്യുന്ന മൂലം അവിടെ ഒരു കൂൾനെസ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഹീറ്റ് റിമൂവ് ചെയ്ത മൂലം ഉണ്ടായ ആ എഫക്റ്റ് അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. നെക്സ്റ്റ് ആണ് യൂണിറ്റ്സ് ഓഫ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ മെയിൻ ഒരു യൂണിറ്റാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഈ യൂണിറ്റ് വെച്ചായിരിക്കും ചെയ്യുക. ടൺ ഓഫ് റെഫ്രിജറേഷൻ, ആ യൂണിറ്റാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. നമുക്ക് വായിക്കുക എന്താണ്. ദ കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടൺ ഓഫ് റെഫ്രിജറേഷൻ. എന്താണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ നമുക്ക് നോക്കാം. അതായത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ, TR. നിങ്ങൾക്കറിയാം, നിങ്ങൾ കടയിലൊക്കെ പോയി AC വാങ്ങിക്കുമ്പോൾ ഇത്ര TRൻ്റെ AC വേണമെന്നാണ് പറയുന്നത്. ആ TR എന്ന് പറയുന്നത് കൂടുന്തോറും നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടുന്നു. TR കൂടുക മീൻസ് ആ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിന് അത്രമാത്രം ഹീറ്റ് ആ സ്പേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് TR, ടൺ ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൺ ഓഫ് റെഫ്രിജറേഷൻ TR കൂടുക മീൻസ് ആ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിന് കൂടുതൽ ഹീറ്റ് ഒരു സ്പേസിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു റൂം അത് നമുക്ക് തണുപ്പിക്കണം. അതിനുവേണ്ടി നമ്മളൊരു AC വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ AC നമുക്ക് പല TRൻ്റെ AC ഉണ്ട്. അപ്പം നമുക്ക് ഏത് TR ആണ് നമ്മുടെ ആവശ്യം എന്നത് ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മുടെ റൂമിൻ്റെ സൈസാണ്. അതുമാത്രമല്ല, നമ്മുടെ റൂമിൽ എത്രമാത്രം ഹീറ്റ് ജനറേഷന് സാധ്യതയുണ്ട്. ഉദാഹരണം, റൂമിൽ ജനലൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ടമാനം സൺലൈറ്റ് റൂമിനകത്തേക്ക് വരാം. അപ്പോൾ അത്തരത്തിൽ റൂം കൂടുതൽ ഹീറ്റാകാൻ സാധ്യതയുണ്ട് എങ്കിൽ നമുക്ക് സാധാരണ ഒരു ചെറിയ TR ഉള്ള ഒരു AC വാങ്ങിച്ചാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ AC വാങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ റൂം വലുതാണെങ്കിൽ നമുക്ക് കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു AC വേണം. അപ്പോൾ ആ കപ്പാസിറ്റി എന്ന് പറയുന്നത് TR ആണ്. എന്ന് പറഞ്ഞാൽ ആ കൂടിയ കപ്പാസിറ്റി മീൻസ് ആ ACക്ക് കൂടുതൽ ഹീറ്റിനെ ഈ ഒരു സ്പേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് റൂം പെട്ടെന്ന് നടക്കും. ഇല്ലെങ്കിൽ കപ്പാസിറ്റി കുറവാണെങ്കിൽ റൂം തണുക്കാനും സമയമെടുക്കും. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹീറ്റ് റിമൂവൽ നടക്കുകയില്ല. അപ്പോൾ എനിവേ നമുക്ക് വായിക്കാം. എ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton 1000 kg of ice from and at 0 degrees Celsius in 24 hours. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഐസ് എടുക്കുന്നു. ആ ഐസ് 1000 കിലോയാണ്. 1 ton 1000 കിലോ. ആ 1000 കിലോ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാണ് നമ്മൾ എടുക്കുന്നത്. ആ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആകാൻ എത്രമാത്രം ഹീറ്റ് അത് എടുക്കുന്നു, 24 മണിക്കൂർ കൊണ്ട് എത്രമാത്രം അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു.
അപ്പോൾ അതാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ അതാണ് പറയുന്നത് എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton ഓഫ് ഐസ് ഫ്രം ആൻഡ് അറ്റ് 0°C ഇൻ 24 hours. 24 മണിക്കൂറിനുള്ളിൽ ഒരു 0°C ഐസ് 0°C വാട്ടർ ആകണം. അങ്ങനെ ആകാൻ അത് എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷനായി കണക്കാക്കുക. ഇനി അതിൻ്റെ വാല്യൂ ഉണ്ട്. 1 ton ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു 210 കിലോജൂൾ പെർ മിനിറ്റ് ഓർ 3.5 kW ആണ്. അപ്പോൾ അതാണ് 1 TR എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 TR എന്ന് പറഞ്ഞാൽ 210 കിലോജൂൾ പെർ മിനിറ്റ് ഓർ 3.5 kW. അപ്പോൾ 1 TRൻ്റെ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് 210 കിലോജൂൾ പെർ മിനിറ്റ് ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. എവിടുന്ന്? റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ് ആണ് നമ്മൾ പഠിക്കാൻ പോവുക, ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, ഹീറ്റിനെ പമ്പ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പം അതായത് നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു റെഫ്രിജറേറ്റഡ് സ്പേസ് അല്ല. ഇവിടെ നമ്മുടെ ആംബിയൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ തണുത്ത ഒരു ആംബിയൻ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യണം, ചൂടാക്കണം. അതാണ് ഹീറ്റ് പമ്പിൻ്റെ ഉദ്ദേശം. റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പേസ് തണുക്കണം, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമുക്ക് വേണ്ട സ്പേസ് എന്ന് പറഞ്ഞാൽ തണുത്ത സ്പേസ് ആയിരുന്നു. ഹീറ്റ് പമ്പിൽ നമുക്ക് വേണ്ട സ്പേസ് എന്ന് പറഞ്ഞാൽ ചൂടായ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കേണ്ട സ്പേസാണ് നമ്മുടെ ആവശ്യം. കാരണം സറൗണ്ടിങ്സ് മുഴുവൻ തണുത്തിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഹീറ്റ് പമ്പ് ഇതാണ് നമ്മുടെ ഡിവൈസ്. ആ ഹീറ്റ് പമ്പ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൾഡ് എൻവയോൺമെൻറ്റ്, ഞാൻ പറഞ്ഞു നമ്മുടെ സറൗണ്ടിങ്സ് മുഴുവൻ തണുത്തായിരിക്കുന്ന അവിടുത്തെ ടെമ്പറേച്ചർ TL ആണ്. ആ തണുത്ത എൻവയോൺമെൻറ്റിൽ നിന്ന് QL എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഹീറ്റ് പമ്പ്. ഓക്കെ, ഇനി നമുക്കറിയാം എപ്പോഴും ഒരു തണുത്ത അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കണം. ക്ലോഷ്യസ് അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യാൻ നമുക്കൊരു W നെറ്റ് ഇൻപുട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ W നെറ്റ് ഇൻപുട്ടും ഈ കോൾഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന QL എന്ന് പറയുന്ന ഹീറ്റ്, ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് QH ആക്കി നമുക്ക് ഏത് സ്പേസ് ആണോ ഒരു ഹൈ ടെമ്പറേച്ചർ TH എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ആവശ്യം ഈ വാം ഹീറ്റഡ് സ്പേസ് ആണ്. അറ്റ് TH ടെമ്പറേച്ചർ എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി നമ്മളിവിടെ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യുന്നു. അത് ലോ ടെമ്പറേച്ചർ കോൾഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് QL എന്ന് പറയുന്ന ഹീറ്റും വർക്ക് ഇൻപുട്ടും കൂടെ ചേർത്ത് QH ആക്കിയിട്ട് ആ QH ഹീറ്റഡ് സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത് എന്താണ്? QH ആണ്. കാരണം ഈ QH ആണ് നമ്മുടെ സ്പേസിനെ ഹീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം ഇപ്പോൾ നമ്മുടെ സ്പേസ് വാം ആയിട്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് QH ആണ്. നമുക്ക് വായിക്കാം. ട്രാൻസ്വേഴ്സ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ മീഡിയം ടു എ ഹൈ ടെമ്പറേച്ചർ 1. ഇവിടെയും സംഭവിക്കുന്നത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാറാണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട സ്പേസ് എന്ന് പറഞ്ഞാൽ വാം എൻവയോൺമെൻ്റ് ആണ്. അതാണ് ഇമ്പോർട്ടൻസ്. നേരത്തെ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും നോക്കുവാണെങ്കിൽ ഒരുപോലെ ഇരിക്കുന്നു എല്ലാം. ഹീറ്റ് ഫ്ലോയും ഒരേ ഡയറക്ഷനിൽ തന്നെ. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ റെഫ്രിജറേറ്റർ സ്പേസ് അല്ല, വാം ഹീറ്റഡ് സ്പേസ് ആണ്. അതാണ് വ്യത്യാസം. നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QH ആണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ഹീറ്റ് പമ്പ് however is to maintain a heated space at a high temperature. ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമുക്കൊരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ അബ്സോർബിങ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ സോഴ്സ് such as well water or cold outside air in the winter and supplying this heat to the high temperature medium such as a house. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഹീറ്റ് പമ്പ്. അങ്ങനെയെങ്കിൽ നമ്മളിനി COP, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ ഹീറ്റ് പമ്പ് നമുക്ക് നോക്കാം. COP എന്ന് പറയുന്നത് എപ്പോഴും ഡിസൈഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ്. അതാണ് COP. പക്ഷേ ഈ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് പമ്പിലും റെഫ്രിജറേറ്ററിലും വ്യത്യാസമാണ്. റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ച് ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ QL ആണ്. പക്ഷേ ഹീറ്റ് പമ്പിനെ സംബന്ധിച്ച് ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത് QH ആണ്.
പിന്നെ ഈ QH നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം വർക്ക് കൊടുക്കണം, അതാണ് W നെറ്റ് ഇൻ. ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ഇൻപുട്ട് എടുക്കുന്നു, എന്നിട്ട് QL ഉണ്ട് QH ഉണ്ട്. QH ആണ് നമ്മുടെ വാം ഹൗസിലേക്ക് സപ്ലൈ ചെയ്യുക. ഇനി ഇവിടെയും QH എന്ന് പറഞ്ഞാൽ എന്താണ്? QL പ്ലസ് W നെറ്റ് ഇൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ COP ഓഫ് ദ ഹീറ്റ് പമ്പ് ഓർ EPR, EPRൻ്റെ ഫുൾ ഫോം എനർജി പെർഫോമൻസ് റേഷ്യോ എന്നാണ്. ഈസിക്കൽ ടു QH, അതാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. നമുക്ക് ഈ കാണുന്ന ഇക്വേഷനിൽ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ QH മൈനസ് QL ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ഇൻപുട്ട് QH മൈനസ് QL കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് COP ഓഫ് ദ ഹീറ്റ് പമ്പ് കിട്ടി. ഇനി നമ്മൾ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും എടുക്കുന്നു. രണ്ടും TL-ഉം TH എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതായത് റെഫ്രിജറേറ്റർ QL എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, QH എന്ന് പറയുന്ന ഹീറ്റ് ഡെലിവർ ചെയ്യുന്നു. ഹീറ്റ് പമ്പും QL എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, QH എന്ന് പറയുന്ന ഹീറ്റ് ഡെലിവർ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, ഫോർ ഫിക്സഡ് വാല്യൂസ് ഓഫ് QL ആൻഡ് QH. അങ്ങനെയെങ്കിൽ COP ഓഫ് ദ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ പ്ലസ് 1. അപ്പോൾ ഹീറ്റ് പമ്പിൻ്റെ COP എന്ന് പറയുന്നത് COP ഓഫ് ദ റെഫ്രിജറേറ്റർ പ്ലസ് 1. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കണമെങ്കിൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം QL ഡിവൈഡ് ബൈ QH മൈനസ് QL പ്ലസ് 1 കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ കിട്ടും, QH ഡിവൈഡ് ബൈ QH മൈനസ് QL. അപ്പോൾ COP ഓഫ് ദ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? COP ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. COP ഹീറ്റ് പമ്പിൻ്റെ എപ്പോഴും 1 കൂടുതലായിരിക്കും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും. രണ്ടിൻ്റെയും ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും സെയിമാണ്. ഇനി ഈ കാണുന്നത് ഒരു സിസ്റ്റമാണ്. കംപ്രസറും കണ്ടൻസർ എക്സ്പാൻഷൻ വാൽവ് ഇവാപ്പറേറ്റർ ഒക്കെ അടങ്ങിയ ഒരു സിസ്റ്റമാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇനിവേ ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഇനി ഹീറ്റ് എഞ്ചിൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന IC എഞ്ചിൻ. ഓക്കെ, ആ IC എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിളൊക്കെ. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഓട്ടോ സൈക്കിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഡീസൽ സൈക്കിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാം. ഇനി IC എഞ്ചിൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ അതിനെ ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുന്നു. കാരണം നമുക്ക് വർക്ക് തരുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. IC എഞ്ചിൻ ആയാലും നമുക്ക് വർക്ക് തരുന്നു, അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ ആയാലും നമുക്ക് വർക്ക് തരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിനും ഇതുപോലെ തന്നെ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലും ലോ ടെമ്പറേച്ചർ റിസർവോയറിനും ഇടയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ആ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയുന്നത് TH എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്, ലോ ടെമ്പറേച്ചർ റിസർവോയർ എന്ന് പറയുന്നത് TL ആണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന കാര്യം QH എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഒരു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. എന്നിട്ട് വേസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് എന്താണോ QL, അത് സറൗണ്ടിങ്സിലേക്ക് കളയുന്നു. ഓക്കെ, പ്രാക്ടിക്കലി അതായത് നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള ഒരു ഹീറ്റ് എഞ്ചിനും 100% എഫിഷ്യൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ഹീറ്റ് എഞ്ചിനും ഒരു വേസ്റ്റ് ഹീറ്റ്, ഒരു എക്സോസ്റ്റ് ഉണ്ടാകും. നമുക്കറിയാം നമ്മുടെ വണ്ടിയിലൊക്കെ വേസ്റ്റ് ഹീറ്റ് വരുന്നുണ്ട്, എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ട്. ആ എക്സോസ്റ്റ് ഗ്യാസിൽ ആംബിയൻ ടെമ്പറേച്ചറിനേക്കാളും കൂടിയ ടെമ്പറേച്ചറാണ്. എന്ന് പറഞ്ഞാൽ ഔദ്യം തന്നെ നമുക്ക് മനസ്സിലാകും കുറേ ഹീറ്റ് അല്ലെങ്കിൽ കുറേ എനർജി വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. QHൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളൂ, ഒരു പാർട്ട് വേസ്റ്റ് ഹീറ്റായിട്ട് പോവുകയാണ്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും QH എന്ന് പറഞ്ഞാൽ W നെറ്റ് ഔട്ട്പുട്ട് പ്ലസ് QL. QHൻ്റെ ഒരു പാർട്ട് വർക്കായിട്ടും പോയി, ഒരു പാർട്ട് വേസ്റ്റ് ഹീറ്റായിട്ടും പോയി. നമുക്ക് ആ വേസ്റ്റ് ഹീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വായിക്കാം. ദേ റിസീവ് ഹീറ്റ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ സോഴ്സ്, അതിനുശേഷം ദേ കൺവേർട്ട് എ പാർട്ട് ഓഫ് ദിസ് ഹീറ്റ് ടു വർക്ക്. ഈ QHൻ്റെ ഒരു പാർട്ട് അവർ വർക്കായിട്ട് മാറ്റി, ദെൻ they reject the remaining waste heat to a low temperature sink. അതിനുശേഷം
ഒരു ബാക്കി വേസ്റ്റ് ഹീറ്റ് എന്താണോ അത് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് കളഞ്ഞു. അപ്പം നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ആ എഞ്ചിനകത്ത് QH എന്ന് പറയുന്ന ഹീറ്റ് കമ്പസ്റ്റനിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ QH എന്ന് പറയുന്ന ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പിസ്റ്റൺ വർക്ക് ചെയ്യുന്നു, എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് കുറച്ച് വർക്ക് QHൻ്റെ ഒരു പാർട്ട് വർക്കായിട്ട് നമുക്ക് ബ്രേക്ക് പവർ എന്ന രീതിയിലേക്ക് കിട്ടുന്നു. അതിനുശേഷം എക്സോസ്റ്റ് ഗ്യാസിൽ കൂടെ QL എന്ന് പറയുന്ന എനർജി സറൗണ്ടിങ്സിലേക്ക്, നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് വഴി സറൗണ്ടിങ്സിലേക്ക് പോകുന്നു. ഇതാണ് സംഭവം. ഇനി ഇവിടെ ഹീറ്റ് എഞ്ചിനും ഒരു സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ആ സൈക്കിൾ ഏതാണ്? ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. ഇനി ഇവിടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട്, ഇവിടെ നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണ്. നമുക്ക് ഈ ഒരു ഡിവൈസ്, ഈ ഒരു എൻജിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഈ എൻജിൻ്റെ വർക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഒരുപാട് മെഷീനറി വർക്ക് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വർക്ക് ഔട്ട്പുട്ടാണ്, W നെറ്റ് ഔട്ട്പുട്ടാണ്. ആ W നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ QH മൈനസ് QL ആണ്. ഹൈ ടെമ്പറേച്ചർ റിസർവോറിൽ നിന്ന് വരുന്ന QH മൈനസ് ലോ ടെമ്പറേച്ചർ റിസർവോറിലേക്ക് പോകുന്ന വേസ്റ്റ് ഹീറ്റായ QL. അപ്പം നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, എൻജിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്ന ഒരു ടേം, അതിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്, ഈറ്റ. അപ്പം തെർമൽ എഫിഷ്യൻസി ഈറ്റ TH ഈസ് ഇക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ QH. അതായത് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ടാണ്. ആ നെറ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഇൻപുട്ട് കൊടുത്തു, അത് QH ആണ്. അപ്പം നെറ്റ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ QH. ഇനി ഡയഗ്രത്തിലും കാണിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. QH വരുന്നു, അതിലൊരു പാർട്ട് വർക്ക് ഔട്ട്പുട്ടായി പോകുന്നു, ഒരു പാർട്ട് വേസ്റ്റ് ഹീറ്റായിട്ട് പോകുന്നു. ഇനി എഫിഷ്യൻസി ഈസിക്കൽ ടു 1 മൈനസ് QL ബൈ QH. കാരണം നെറ്റ് വർക്ക് ഔട്ട്പുട്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, QH മൈനസ് QL. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് ജസ്റ്റ് കമ്പാരിസന് വേണ്ടിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതായത് നമ്മൾ നേരത്തെ കണ്ട റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്, അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഹീറ്റ് എഞ്ചിൻ. ഇനി ദ തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. നമുക്കറിയാം ഒരു IC എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 20% അല്ലെങ്കിൽ 25% അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ലെസ് ദാൻ 1 ആയിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ ഒരിക്കലും 100% എഫിഷ്യൻ്റ് അല്ല. അങ്ങനെ 100% എഫിഷ്യൻസി ഉള്ളതാണ് എങ്കിൽ അത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വയലേഷനായി പോകും. അതുമാത്രമല്ല, ഐഡിയൽ സൈക്കിളായ കാർനോട്ട് സൈക്കിളിന് പോലും 100% എഫിഷ്യൻസി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സൈക്കിളുകളെല്ലാം തന്നെ വളരെ ലോ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി സിൻസ് ബോത്ത് QL ആൻഡ് QH ആർ ഡിഫൈൻഡ് ആസ് പോസിറ്റീവ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എയർ റെഫ്രിജറേഷൻ സൈക്കിൾസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റിവേഴ്സ്ഡ് കാർനോട്ടും റിവേഴ്സ്ഡ് ബ്രേട്ടനും. നമ്മളത് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.